എന്തായാലും നോക്കട്ടെ. അപ്പോൾ കുറേ കഷ്ടപ്പാടിന് ശേഷം നമ്മുടെ ചെയിൻ സ്പോക്കറ്റ് മാറി. ഞാനിപ്പം സമയം എത്രയെന്ന് പറഞ്ഞാൽ 4:30. ഞാനിവിടെ വന്നത് 10:30. 10:30 11 മണി അങ്ങാണ്ട് സമയത്ത് 11:30 അങ്ങാണ്ടാവുന്നത്. 11:30 തൊട്ട് 4:30 വരെ ഞാൻ ഇവിടെ ഇരുന്ന് അവർ ചെയിൻ സ്പോക്കറ്റ് മാറി തന്നു. പിന്നെന്തുവാ, ഓയിൽ സീല് മാറി, ചെയിൻ സ്പോക്കറ്റ് മാറിയില്ല. അവസാനം ഇപ്പം എനിക്ക് ചെന്നൈ വരെ എത്താൻ വേണ്ടി മാത്രം എടുത്ത പൈസ 5000 രൂപ. ചെയിൻ സ്പോക്കറ്റ് ഓയിൽ സീലും മാറാൻ 4900 രൂപയായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടുന്ന് പറയുന്നത് പറഞ്ഞാൽ രാത്രി 10:06 നമ്മൾ ചെന്നൈ എത്തും എന്നാണ് പറയുന്നത്. ഇവിടുന്ന് 5 മണിക്കൂറത്തെ യാത്രയുണ്ട്. അപ്പോൾ എന്തായാലും ഇവിടെ നമ്മൾ മാറി എക്സ്പ്രസ് ഹൈവേയിലോട്ടൊന്ന് കയറട്ടെ, എന്നിട്ട് ബാക്കി വരാൻ ഞാൻ. ഓക്കെ, ഇപ്പോഴേ ഒന്ന് ആശ്വാസം. ചൂടെടുത്തിട്ട് വയ്യ എനിക്ക്. അവിടെ AC ഉണ്ട്, പേരിനൊരു AC, വെറുതെ ഓണാക്കിയിട്ട് ഒരു തണുപ്പുമില്ല. 18 ഇട്ടേക്കുക. ഞാൻ പറഞ്ഞില്ലേ, ഈ വീഡിയോ, ഇന്നത്തെ വീഡിയോ അതിസാഹസികമായ വീഡിയോ ആണ്. നമ്മളിപ്പം നമ്മളിപ്പം നമ്മുടെ ബാക്ക് ടു ഹൈവേയിൽ കയറിയിട്ടുണ്ട്. അടിപൊളി മഴ പെയ്യുന്നു ഗായ്സ്. നമ്മൾ പെട്ടെന്നാണ് തോന്നുന്നത്. മഴ ഉറക്കി വേണമെങ്കിൽ ഞാൻ നിർത്തേണ്ടി വരും. മഴ പെയ്യല്ലേ, മഴ പെയ്യല്ലേ, മഴ പെയ്യല്ലേ, മഴ പെയ്യല്ലേ. ഇവിടെ മാത്രമല്ല, ഈ ഏരിയയിൽ ഭയങ്കര മഴ പെയ്യുന്നു. പക്ഷേ ക്ലൈമറ്റ് കിട്ടും, വെയിലില്ല, നമുക്ക് തണലുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു. മഴ അവിടെ മാത്രം മഴ പെയ്യും. ഞാനിപ്പോൾ എടുത്ത് ഗോപ്രോ ഊരി വെക്കേണ്ടി വരുന്നുണ്ട്. പക്ഷേ മഴ പോയി. രക്ഷപ്പെട്ടു. ക്ലൈമറ്റ് കൊള്ളാം, അത് പോയി. അപ്പോൾ ഗായ്സ്, അടുത്ത പ്രശ്നം, എൻ്റെ ഓയിൽ ലീക്കാവുന്നു ഇപ്പം. ലൈക്ക് ഇവരെന്തോ മാറ്റിയിട്ട് ഓയിൽ സീൽ അങ്ങാണ്ട് എന്തോ ചെയ്തിട്ട് വാഷർ ഇട്ടിട്ടില്ല. അപ്പം അതിൻ്റെ ഇടയിൽ കൂടെ ലീക്കാവുന്നു. കഷ്ടകാലം. ഞാൻ എന്തോ ചെയ്യാനാ എൻ്റെ ദൈവമേ. ഞാൻ രാത്രി 1 മണിയായാലും ഞാൻ എത്തുമെന്ന് തോന്നുന്നില്ലെന്ന്. ഈ പുള്ളിക്കാരനാണ് എൻ്റെ ദൈവദൂതൻ ഇന്നത്തെ. പുള്ളിക്കാരൻ എൻ്റെ കൂടെ 15 കിലോമീറ്റർ വരാമെന്ന് പറഞ്ഞ്, അടുത്ത കട കണ്ടുപിടിച്ച് നമുക്ക് മാറ്റാമെന്നും പറഞ്ഞ്. ഒരു ബന്ധം പോലും ഇല്ല, പേര് പോലും എനിക്ക് അറിഞ്ഞൂടാ, ചോദിച്ചത് പോലുമില്ല. എൻ്റെ കൂടെ അടുത്ത 15 കിലോമീറ്റർ അപ്പുറത്ത് വരാമെന്ന് പറഞ്ഞേക്കും. 15 കിലോമീറ്റർ ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ട് പോകും പുള്ളിക്കാരൻ്റെ പുറകെ. അയ്യോ, എനിക്ക് സങ്കടം വരുന്നു. ഗോസ്റ്റ്, നീ എന്താ ഇങ്ങനെ? ഓൺലി വൺ. ഓക്കെ ഓക്കെ ഗായ്സ്, ഇതാണ് കട. മോട്ടോ ഡോഗ്. ഓക്കെ ബ്രോ, place, where's the place? Shop name? Moto TN46. Athur main road. Athur main road nearby police station. ഓക്കെ ഓക്കെ. എൻ്റെ വണ്ടിയുടെ ഓയിൽ സീലെല്ലാം പോയതാ. പന്ന ബജാജാരന്മാർ ചെയ്തുണ്ടാക്കി വെച്ചത് ഈ പാവം പിള്ളേരെല്ലാം കൂടെ ഒന്ന് സെറ്റ് ചെയ്യാമെന്ന്. എന്തായാലും ലീക്ക് ആവുന്നുണ്ടോ? ഇതാ
ಅದು ಆಲ್ರೆಡಿ ಲೀಕ್ ಆಗಿಲ್ಲ. ಹಾಂ ಈಗೇನ ಪೇಷಂಟ್ ಕಣಲ್ಲ ಒನ್ ಟೈಮ್ ಈಗೇನ ಪೇಷಂಟ್. അപ്പോൾ ഗൈസ് ഈ പുള്ളിക്കാരൻ ഉള്ളതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ട്. പിന്നെ ഇതാണ് കട. നല്ല പയ്യന്മാർ അവന്മാർ സെറ്റ് ചെയ്യുന്നത്. ബജാജ് ഷോറൂം ഏതാ? നമ്മുടെ തിരുച്ചിറപ്പള്ളി ബജാജ് ഷോറൂം. ഒരു വഴിക്കും കൊള്ളത്തില്ല. വൃത്തിയിട്ട സർവീസ്. പൈസയും മേടിച്ച് ഓയിൽ സീലിൻ്റെ പൈസയും മേടിച്ചിട്ട് അവന്മാർ കാണിച്ചു തന്നെ ഇതാണ് അവന്മാർ കാണിച്ചു തന്നെ എനിക്ക്. എൻ്റെ എത്ര സമയം വേസ്റ്റ് ചെയ്യാൻ അറിയാം. ഞാൻ രാവിലെ 11 മണിയായിട്ട് അവിടെ ഇരിക്കുക. അവരിത് ചെയ്തു തരാം മറ്റേ ചെയ്തു തരാമെന്നും പറഞ്ഞ് 11 മണിയോട്ട് രാവിലെ 11 മണിയോട്ട് ഇരുന്നിട്ട് അവന്മാർ എനിക്ക് ചെയ്തു തന്നത് ഇത്. എത്ര റുപ്യ എൻ്റെ ഇത് പൊട്ടി? അവന്മാർ ഓയിൽ സീൽ മാറി നിന്ന് 900 എക്സ്ട്രാ മേടിച്ചത്. 900 എക്സ്ട്രാ മേടിച്ചിട്ട് എൻ്റെ നിന്ന് വീണ്ടും ഇപ്പം എന്താ 800 രൂപ പോയി. 800 ആ പുള്ളിക്കാരൻ സംസാരിച്ചുകൊണ്ട് 800 രൂപ കുറഞ്ഞ് കിട്ടി. എനിക്ക് 700 രൂപയായി. നല്ലൊരു മനുഷ്യൻ. യവൻ എന്നാണ് YAUAN അങ്ങനെ ഉണ്ടായിരുന്നു പുള്ളിക്കാരൻ്റെ പേര്, മറന്നുപോയി. പക്ഷേ നമ്പറൊക്കെ മേടിച്ചിട്ടുണ്ട്. വിൽ മീറ്റ് ദം നെക്സ്റ്റ് ടൈം. ഞാൻ എന്നെ തിരിച്ച് ലക്നൗവിൽ നിന്ന് ബൈക്ക് ഓടിച്ച് എന്നെ തിരിച്ച് വരുന്നതോ അന്ന് ഞാൻ പുള്ളിക്കാരനെ കണ്ടിട്ടേ പോകത്തുള്ളൂ. ഞാൻ എവിടേക്ക് എത്താറാകുമ്പോഴത്തേക്ക് വിളിക്കും. അപ്പോൾ എന്തായാലും ഗൈസ് ഞാൻ ഹൈവേ എത്തിയിട്ട് വിളിക്കാം. ഇനി ഇവിടുന്ന് 254 കിലോമീറ്റർ ഉണ്ട് എൻ്റെ മാമൻ്റെ വീട്ടിലോട്ട്. അത് ഇച്ചിരി ദൂരം കൂടുതലാണ്. ഇന്ന് രാത്രി 12 മണിക്ക് എത്തും. എന്നാൽ ഒരു 11 മണിയാകുമ്പോൾ എത്തുമായിരിക്കും. എന്തായാലും ശരി, ഇനി ഓടട്ടെ. ശരി ഗൈസ്, അപ്പോൾ ഞാൻ സ്വസ്ഥമായിട്ട് എത്തിയിട്ട് വിളിക്കാം ഇനി ബാക്കി. അപ്പോൾ ഗൈസ് ഇത്ര നേരം മഴയായിരുന്നു. ഇനി 33 കിലോമീറ്ററോളം ഇവിടെ ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയത്. ഫുഡ് കഴിച്ച് രാത്രിത്തെ 33 കിലോമീറ്റർ കഴിഞ്ഞ് നമ്മൾ ചെന്നൈ നിൽക്കേണ്ട ഡെസ്റ്റിനേഷൻ നമ്മളെത്തും. ഇറ്റ്സ് എ ലോങ് സ്റ്റോറി. എത്ര നേരം എനിക്ക് അവിടെ എത്തുമ്പോൾ എൻ്റെ ഗോപ്രോയ്ക്ക് ചാർജ് കാണില്ലെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മഴ നേരത്തെ മൊത്തം മഴയായിരുന്നു. അതാണ് ഞാൻ ഇതെടുത്ത് ബാഗിനകത്ത് കയറ്റി വെച്ചത്. ഇപ്പോൾ എന്താ വീണ്ടും മഴ പൊടിക്കുന്നത്? എന്താണോ എന്തോ. നമ്മളിപ്പം എന്തെങ്കിലുമൊക്കെ എടുക്കുമ്പോൾ അല്ലെങ്കിലും വെള്ളമാണല്ലോ, മഴ പൊടിക്കും. എന്തെങ്കിലും ഒന്ന് ഉണങ്ങട്ടെ. എൻ്റെ ഉടുപ്പൊന്നും ഉണങ്ങിയിട്ടില്ല. ആദ്യം അകത്തൊക്കെ നനഞ്ഞിരിക്കും. ഇപ്പോൾ ഞാൻ ഇപ്പോൾ എന്തായാലും ജാക്കറ്റ് തുറന്നിട്ടിട്ടാണ് ഓടിക്കുന്നത്. ശരി, എന്നാലും ഞാൻ അവിടെ എത്തിയിട്ട് കാണാം. ഓക്കെ. അപ്പോൾ ഗൈസ് വീഡിയോ എടുക്കാൻ മറന്നുപോയി. നമ്മൾ ഇവിടെ എത്തി, മാമൻ്റെ വീട്ടിലെത്തി. അപ്പം ഇനി ഇതെല്ലാം അൺപാക്ക് ചെയ്ത് മണ്ടലോട്ട് കയറി ചെല്ലണം. എന്തായാലും ഈ ഒരു ചെറിയ വീഡിയോ അപ്പോൾ ഗൈസ് ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഗൈസ് ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നല്ലൊരു വീഡിയോ വീണ്ടും വരാം. അപ്പോഴത്തേക്ക് ബൈ.